തിരുവനന്തപുരം ജില്ലയിൽ 30 കിലോമീറ്ററോളം കിഴക്കുമാറി നെയ്യാറ്റിൻകര താലൂക്കിലാണ് ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശേഖരന്റെ സാന്നിധ്യം കൊണ്ട് തപോവനമായി മാറിയ പുണ്യഭൂമി. കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങൾ 1000 രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് പ്രമുഖനായ രാജാ കുലശേഖരൻ പുനഃപ്രതിഷ്ഠാ കർമ്മം നടത്തി ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. 3000 വർഷത്തിലധികം കാലപ്പഴക്കമുണ്ട് എന്നു കരുതപ്പെടുന്ന ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വത്തിൽ നെയ്യാറ്റിൻകര ശാഖയിൽ ഉൾപ്പെടുന്നു. നന്ദ്യാർ വർത്തത്തിലുള്ള ദേവദാരുവിലും ബേസരത്തിലെ പ്രാസാദത്തിലുമാണ് ക്ഷേത്ര നിർമ്മാണം. ത്രിമൂർത്തികളിൽ ശക്തിരൂപമായ പരമശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കാശി സാളഗ്രാമ ശിലയിലുള്ള ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൊല്ലവർഷം 994 ആണ്ടിൽ അഷ്ടബന്ധ കലശവും കൊല്ലവർഷം 995 ക്ഷേത്ര പുനരുദ്ധാരണവും നടന്നതായി പറയപ്പെടുന്നു. കൊല്ലവർഷം 1112 ശ്രീകോവിൽ പുതുക്കി പണിയുകയുണ്ട്. രണ്ട് ശിവഭാവങ്ങളും ഒരു വിഷ്ണുഭാവവും കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ 3 കൊടിമരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ ഇവയാണ് ഷഠാധാരങ്ങൾ. ധ്വജപ്രതിഷ്ഠയുടെ അടിത്തറ മൂലാധാരമാണ്. മുകൾ ഭാഗത്തെ സഹസ്രാരമായും കണക്കാക്കുന്നു. ധ്വജം മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലിനെയും സൂക്ഷ്മനാഡിയെയും പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ ധ്വജപ്രതിഷ്ഠ പ്രധാന പ്രതിഷ്ഠയെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ത്രേതായുഗത്തിൽ ഖരൻ എന്നു പേരുള്ള ശിവഭക്തനായ ഒരു മഹർഷിയാണ് ഒറ്റശേഖരമംഗലം ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ നടത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരിക്കൽ ഖരമഹർഷി ഹിമാലയ സാനുവിലെ ഖണ്ഡകി നദിയിൽ നിന്നും 4 ശിവലിംഗങ്ങൾ മുങ്ങിയെടുക്കുകയുണ്ടായി. 4 ശിവലിംഗങ്ങളുമായി ദക്ഷിണ ഭാരതത്തിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. വലതുകൈയിലെ ശിവലിംഗം ഖരമഹർഷി വൈക്കത്ത് പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഇടതുകൈയിലെ ശിവലിംഗം ഏറ്റുമാനൂരും കടിച്ചു പിടിച്ചിരുന്ന ശിവലിംഗം കടുത്തിരുത്തിയിലും പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ഒരു കാൽ മാത്രം തറയിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഖരമഹർഷി പ്രതിഷ്ഠ നടത്തിയതത്രേ. ആ സമയത്ത് ദേവന്മാർ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട് പുഷ്പവൃഷ്ടി നടത്തി എന്നും പറയപ്പെടുന്നു. ശിവപ്രതിഷ്ഠ മൂലം മംഗളകരമായ മുഹൂർത്തം പ്രദേശത്തെ മഹനീയമാക്കി. അങ്ങനെ ഒറ്റശേഖരം മംഗളകരമാവുകയും ഒറ്റശേഖരമംഗലം എന്ന പേര് വരികയും ചെയ്തു എന്നുമാണ് ഐതിഹ്യം.
നാലമ്പലത്തിനുള്ളിൽ സപ്തമാതൃക്കളായ ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നീ സപ്തമാതൃക്കളുടെ വിഗ്രഹങ്ങളുണ്ട്. സപ്തമാതൃക്കളോടൊപ്പം ഗണപതിയെയും വീരഭദ്രനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. തെക്കുഭാഗത്തെ സപ്തമാതൃക്കളെ ഇടതുകാൽ മടക്കിയും വടക്കുഭാഗത്തെ സപ്തമാതൃക്കളെ വലതുകാൽ മടക്കിയുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒറ്റശേഖരമംഗലത്തെ തുല്യ പ്രാധാന്യമുള്ള 3 പ്രതിഷ്ഠകളിൽ ഒന്നാണ് മഹാവിഷ്ണു. മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലും ദർശനം നടത്തിയാലേ ക്ഷേത്രദർശനം പൂർത്തിയാവൂ എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. തെങ്ങമൺ മഠത്തിലെ മോഹിനിയാണ് ഇവിടെ വിഷ്ണുരൂപം ധരിച്ചിരിക്കുന്നത് എന്നാണ് ഐതിഹ്യം. വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് മുമ്പ് ഒരു ഉണ്ണിക്കണ്ണന്റെ പ്രതിഷ്ഠയുണ്ടായിരുന്നു അത്രേ. ചുറ്റമ്പലമില്ലാതിരുന്ന അക്കാലത്ത് ക്ഷേത്രമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ബാലന്മാരുടെ പന്ത് വന്ന് പതിച്ച് ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹത്തിലെ ഒരു കൈ അടർന്നുപോയി. കാലാന്തരത്തിൽ ഈ പ്രതിഷ്ഠ മാറ്റുകയും ചെയ്തു. തുടർന്ന് ഒറ്റശേഖരമംഗലത്തിന് വടക്കു പടിഞ്ഞാറ് മാറി കുച്ചപ്പുറം ചന്ദ്രമംഗലം മലയ്ക്കൽ ഒരു വിഷ്ണു വിഗ്രഹമുണ്ടെന്ന് കണ്ടെത്തുകയും ആ വിഗ്രഹത്തെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പരമശിവനെ അർത്ഥപ്രദക്ഷിണമാണ് അനുശാസിക്കുന്നതെങ്കിലും ഒറ്റശേഖരമംഗലം ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം മുഴുവനായുമാകാം. ഇവിടെ 2 ശിവപ്രതിഷ്ഠയുള്ളതിനാലും അഭിഷേകജലം തൊട്ടികെട്ടി അതിലൂടെ കടന്നുപോകുന്നതിനാലും പ്രദക്ഷിണം പൂർണ്ണമാക്കാം എന്നാണ് ആചാര്യമതം. ഒറ്റശേഖരമംഗലത്തെ പരമശിവ പ്രതിഷ്ഠയുടെ ചൈതന്യം വർദ്ധിച്ചതിനാൽ പരിഹാരത്തിനായി 2 ഭാവത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇവയാണ് തെക്കേടം, വടക്കേടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന് മുൻവശത്തായാണ് നാഗപ്രതിഷ്ഠയുള്ളത്. ഒറ്റശേഖരമംഗലത്തെ പ്രധാന ദേവന്മാരുടെ ദർശന പുണ്യത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾ ഉപദേവന്മാരെയും വണങ്ങുന്നു.
നാഗപ്രതിഷ്ഠയ്ക്ക് ഇടതുഭാഗത്തായി യക്ഷിയമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നാഗപ്രതിഷ്ഠയ്ക്ക് മുൻഭാഗത്ത് ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കിഴക്കഭിമുഖമായിട്ടാണ് ശാസ്താപ്രതിഷ്ഠ. തിരുവാതിര മഹോത്സവത്തിന് ചതയം നാളിൽ ധ്വജാരോഹണം നടത്തി തിരുവുത്സവം ആരംഭിക്കുന്നു. ആറാട്ടിനു ശേഷം കുന്നിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പൂജയും നൈവേദ്യവും സ്വീകരിച്ച് തിരിച്ചെഴുന്നള്ളി കൊടിയിറക്കി ദേവൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി ഉത്സവ പരിപാടികൾക്ക് തിരശീല വീഴുന്നു. എല്ലാ മലയാള മാസത്തിലെയും തിരുവാതിര നാളിലും രോഹിണി നാളിലും ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന അഖണ്ഡ നാമജപം നടന്നു വരുന്നു. ഇത് നേർച്ചയായും ഭക്തർ നടത്താറുണ്ട്. തിരുവാതിര മഹോത്സവത്തിൽ തിരുനാൾ സദ്യ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ ഭക്തർക്ക് നൽകുന്നു. ഇത് സർവ്വരോഗ സംഹാരിയായും സർവ്വപാപ പരിഹാരമായും ഭക്തജനങ്ങൾ കണക്കാക്കുന്നു. ഐതിഹ്യ കഥകളും അനുഷ്ഠാനങ്ങളും ഒറ്റശേഖരമംഗലം ശിവക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഒരു മനുഷ്യജന്മത്തിൽ 3 ധ്വജപ്രതിഷ്ഠയെങ്കിലും ദർശിക്കുന്നത് ഭാഗ്യമാണ് എന്ന് ആചാര്യമഹൽ. എന്നാൽ ആ ഭാഗ്യം ഒരു മുഹൂർത്തത്തിൽ മഹാദേവ ഭക്തർക്ക് പ്രാപ്തമായി. ഒരു മനുഷ്യജന്മം സാഫല്യം നേടാൻ 101 കൊടിയേറ്റ് കാണണം എന്ന പുരാണവാക്യം മഹാദേവ ഭക്തരായ ഈ ഗ്രാമനിവാസികൾക്ക് സാധ്യമാകുന്നു.